इश्क मुझको नहीं, वहशत ही सही, मेरी वहशत तेरी शोहरत ही सही। ये नवाब ने लिखा है? लिखा तो आपका है, लिखाई नवाब जान की है। कैसे सबका हाले दिल कह लेते हैं आप। कता कीजिए न ताल्लुक हमसे, कुछ नहीं है तो अदावत ही सही। हम भी तस्लीम की हू डालेंगे, बेनियाजी तेरी आदत ही सही। यार से छेड़ चली जाए असद, गर नहीं वस्ल तो हसरत ही सही। इश्क मुझको नहीं वहशत ही सही, इश्क मुझको नहीं वहशत ही सही। सुभान अल्लाह। वाह 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 वाह। मेरी वहशत तेरी शोहरत ही सही। सुभान अल्लाह। वाह वाह वाह। क्या कह, बहुत खूब, बहुत अच्छे। कता कीजिए न ताल्लुक हमसे, कुछ नहीं है तो अदावत ही सही। वाह वाह। कुछ नहीं है तो अदावत ही सही। अगला शेर है, तीसरा शेर। जरा ठहरिए, मैं भूल गया। मेरे होने में है क्या रुसवाई। तुम बीच में क्यों बोलती हो जी? माफ कीजिए बेगम साहिबा, आपके मुंह से वाह निकली, मेरे दिल से आह निकली। मेरे होने में है क्या रुसवाई, ऐ वो मजलिस नहीं खिलवत ही सही। वाह सुभान अल्लाह, क्या कहना। ये शेर किसी गालिब नवाज के लिए है। हम भी दुश्मन तो नहीं हैं अपने, हम भी दुश्मन तो नहीं हैं अपने, गैर को तुझसे मोहब्बत ही सही। हम कोई तर्क वफा करते न कहीं इश्क मुसीबत ही सही। नॉट क्या करती है ये लड़की? हम भी तस्लीम की खू डालेंगे, बेनियाज़ी तेरी आदत ही सही। यार से छेड़ चली जा कभी, डर नहीं वस्ल तो हसरत ही सही। इश्क मुझको नहीं, इश्क मुझको नहीं, इश्क मुझको नहीं, वहशत ही सही, इश्क मुझको नहीं। प्यारे बच्चों और दोस्तों आदाब। आज हम गज़ल शहनशाह मिर्ज़ा असदुल्ला ख़ान गालिब के एक मशहूर गज़ल मुतालिया करें। आप सबका ഖൈർ മുഖദ്ദം। പ്രിയ വിദ്യാർത്ഥികളെ, കൂട്ടുകാരെ, ഇന്ന് നമുക്ക് ഗസൽ ചക്രവർത്തി മിർസ അസദുല്ല ഖാൻ ഗാലിബിൻ്റെ വളരെ പ്രസിദ്ധമായ ഒരു ഗസൽ പഠിക്കാം. എല്ലാവർക്കും സ്വാഗതം. ഗാലിബ് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ കവിത, ഗസൽ വ്യാപകമായ അംഗീകാരം നേടിയിരുന്നു. കാലങ്ങളിലൂടെ അത് ഉപഭൂഖണ്ഡത്തിലെ ജനതയുടെ വികാരവും ഭാഷയും ശൈലിയുമായി തീർന്നു. നൂറ്റാണ്ടുകൾ പിന്നിടുമ്പോൾ അത് ഭാഷയുടെയും ദേശത്തിൻ്റെയും അതിരുകൾ അതിലംഘിച്ച് ലോകമാകെ ആസ്വദിക്കപ്പെടുന്നു. और भी दुनिया में
जानवर बहुत अच्छे कहते हैं कि गालिब का है अंदाज़े बयां और सबक 7 गज़ल। गालिब इस गज़ल के ज़रिए क्या कहना चाहता है वो सब हम देखेंगे। पहला शेर, इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शुहरत ही सही। ഇഷ്ക് മുജ്കോ നഹി വഹശത് ഹി സഹി, എനിക്ക് പ്രണയമല്ല ഭ്രാന്താണ്. എൻ്റെ നിന്നോടുള്ള പ്രണയം വല്ലാത്ത ഒരു ഭ്രാന്തമായ അവസ്ഥ ആയിരിക്കുകയാണ്. എന്നെ ഈ പ്രണയം ഭ്രാന്തനാക്കിയിരിക്കുകയാണ്. മേരി വഹശത് തേരി ശുഹ്റത്ത് ഹി സഹി, എൻ്റെ ഭ്രാന്തമായ ഈ അവസ്ഥ അത് നിന്നെ പ്രശസ്തയാക്കും. നീ കാരണമാണല്ലോ എനിക്ക് ഈ അവസ്ഥ ഉണ്ടായത്. എൻ്റെ ഈ അവസ്ഥയിലൂടെ എനിക്ക് പ്രശസ്തിയെങ്കിലും ലഭിച്ചല്ലോ. ഖത്താ കീജിയെ ന തഅല്ലുഖ് ഹംസെ, കുച്ച് നഹി ഹേ തോ അദാവത് ഹി സഹി. ഖത്താ കീജിയെ ന തഅല്ലുഖ് ഹംസെ, ഞാനുമായിട്ടുള്ള ബന്ധം നീ വേർപ്പെടുത്തരുത്. കുച്ച് നഹി ഹേ തോ അദാവത് ഈ സഹി, ഒന്നുമില്ലെങ്കിലും ശത്രുതയിലെങ്കിലും ഇരിക്കാമല്ലോ. നിന്റെ ശത്രു എന്ന പരിഗണനയെങ്കിലും എനിക്ക് കിട്ടുമല്ലോ. മേരെ ഓനെ മേ ഹേ ക്യാ റുസ്വായി, ഹേ വോ മജ്ലിസ് നഹി ഖിൽവത് ഹി സഹി. മേരെ ഓനെ മേ ഹേ ക്യാ റുസ്വായി, എൻ്റെ ഈ സാമീപ്യം നിനക്ക് എന്ത് അസ്വസ്ഥതയാണ്, ചീത്തപ്പേരാണ് ഉണ്ടാക്കുന്നത്. ഹേ വോ മജ്ലിസ് നഹി ഖിൽവത് ഹി സഹി, ഇത് ഒരു മജ്ലിസോ 4 ആൾ കൂടുന്ന സ്ഥലമോ അല്ലല്ലോ. നീ തനിച്ച് ഒറ്റയ്ക്ക് ഏകാന്തതയിൽ ഇരിക്കുകയല്ലേ. ഹം ഭി ദുശ്മൻ തോ നഹി ഹേ അപ്നെ, ഗൈർ കോ തുജ്സെ മുഹബ്ബത്ത് ഹി സഹി. ഹം ഭി ദുശ്മൻ തോ നഹി ഹേ അപ്നെ, ഞാനൊരിക്കലും നിന്നോട് ശത്രുത കാണിക്കുകയില്ല, നിന്റെ ശത്രുവായിരിക്കില്ല. ഗൈർ കോ തുജ്സെ മുഹബ്ബത്ത് ഹി സഹി, ഇനി മറ്റുള്ളവരെ നീ സ്നേഹിക്കാൻ തുടങ്ങിയാലും മറ്റുള്ളവർ നിന്നെ സ്നേഹിക്കാൻ തുടങ്ങിയാലും. ഹം കോയി തർക്കെ വഫാ കർത്തെ ഹൈ, ന സഹി ഇഷ്ക് മുസീബത്ത് ഹി സഹി. ഹം കോയി തർക്കെ വഫാ കർത്തെ ഹൈ, ഞാൻ എൻ്റെ ഈ പ്രണയം സ്നേഹം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. അത് അചഞ്ചലമാണ്, സത്യമാണ്, കൂറ് കാണിക്കുന്നതാണ്. ന സഹി ഇഷ്ക് മുസീബത്ത് ഹി സഹി, പ്രണയം വളരെ പ്രയാസവും കഠിനവുമാണ്. എങ്കിലും ഞാനത് ഒരിക്കലും ഉപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നില്ല. हम भी तस्लीम की खू डालेंगे, बेनियासी तेरी आदत ही सही. हम भी तस्लीम की खू डालेंगे, ഞാനും നിൻ്റെ ഈ ശീലങ്ങൾ അംഗീകരിക്കാൻ പഠിക്കാൻ തയ്യാറാണ്. ബേനിയാസി തെരി ആദത് ഹി സഹി, നിൻ്റെ ഈ നിസ്സംഗഭാവം, ഒന്നിനോടും താല്പര്യമില്ലാത്ത അവസ്ഥ ഇനി ഞാനും അംഗീകരിക്കാം, ഞാനും സ്വായത്തമാക്കാം. ഈ ഗസലിൽ കാമുകനായ ഗാലിബ് തൻ്റെ കാമുകിയോട് കാണിക്കുന്നത് വളരെ ആത്മാർത്ഥമായ സ്നേഹമാണ്. എന്നാൽ വളരെ നിസ്സംഗഭാവത്തോടെയും താല്പര്യമില്ലാതെയാണ് കാമുകി ഈ പ്രണയത്തെ നോക്കിക്കാണുന്നത്. അഗല ഷേർ ഗസൽ की आखिरी शेर है, മക്ത है. അടുത്തത് ഗസലിലെ അവസാന വരിയായ മക്തയാണ്. മക്തയിൽ കവി തന്നോട് തന്നെ ഒരു ആത്മകഥം
നടത്തുന്നത് പോലെയാണ് മിക്കപ്പോഴും കാണാറുള്ളത്. യാർ സെ ഛേഡ് ചലി ജായേ അസദ്, ഗർ നെഹി വസൽ തോ അസ്രത് ഹി സഹി. യാർ സെ ഛേഡ് ചലി ജായേ അസദ്. അസദ് ഈ സുഹൃത്തിനെ, പ്രിയപ്പെട്ടവളെ ശല്യം ചെയ്തുകൊണ്ടിരിക്കാം, സ്നേഹിച്ചു കൊണ്ടിരിക്കാം. ഗർ നെഹി വസൽ തോ അസ്രത് ഹി സഹി, കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ലെങ്കിലും വിരഹദുഃഖത്തോടെയെങ്കിലും ഇരിക്കാമല്ലോ. കാമുകിയുടെ സ്നേഹം, പരിഗണന കിട്ടിയില്ലെങ്കിലും, കണ്ടുമുട്ടാൻ സാധിക്കില്ലെങ്കിലും വേർപാടിൻ്റെ വേദനയോടെ അവരെ സ്നേഹിക്കുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണെന്നാണ് ഗാലിബ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഈ ഗസലിൽ ഗാലിബ് പറയുന്നത്, എൻ്റെ നിന്നോടുള്ള പ്രണയം എന്നെ ഒരു തരം ഭ്രാന്തനാക്കിയിരിക്കുകയാണ്. ഞാനുമായിട്ടുള്ള ബന്ധം നീ വേർപ്പെടുത്തരുത്. ശത്രു എന്ന പരിഗണനയെങ്കിലും എനിക്ക് തരണം. ഞാൻ നിന്നെ കണ്ടുമുട്ടുന്നത് 4 ആൾ കൂടുന്ന സ്ഥലത്ത് ഒന്നുമല്ലല്ലോ. പിന്നെ എന്തിനാണ് ഈ അസ്വസ്ഥത? നീ മറ്റുള്ളവരെ സ്നേഹിച്ചാൽ പോലും എനിക്ക് നിന്നോട് ഒരു ശത്രുതയുമില്ല. എൻ്റെ പ്രണയം വളരെ ആത്മാർത്ഥതയുള്ളതും സത്യസന്ധതയുള്ളതുമാണ്. എനിക്കറിയാം പ്രണയം വളരെ പ്രയാസമേറിയതാണെന്ന്, പക്ഷേ ഞാനത് ഉപേക്ഷിക്കാൻ തയ്യാറല്ല. നിൻ്റെ ഈ നിസ്സംഗത, താല്പര്യമില്ലാത്ത അവസ്ഥ, ശീലം ഇനി ഞാനും സ്വായത്തമാക്കാം. ഈ കൂട്ടുകാരിയെ, പ്രിയപ്പെട്ടവളെ അസദ് ശല്യം ചെയ്തുകൊണ്ടിരിക്കും, സ്നേഹിച്ചു കൊണ്ടിരിക്കും. കണ്ടുമുട്ടാനോ സ്നേഹം, പരിഗണന എന്നിവ കിട്ടിയില്ലെങ്കിലും വിരഹത്തിൻ്റെ വേദനയോടെ നിന്നെ സ്നേഹിക്കുന്നതിൻ്റെ സന്തോഷം ഒന്ന് വേറെ തന്നെയാണ്. बच्चों, और इस खूबसूरत गज़ल के वीडियो देखिए. इश्क मुझको नहीं वहशत ही सही, इश्क मुझको नहीं वहशत ही सही, मेरी वहशत तेरी शोहरत ही सही,
मिर्ज़ा असदुल्ला खान गालिब 1796-1869। मिर्ज़ा असदुल्ला खान गालिब आगरा में पैदा हुए। मिर्ज़ा असदുल्ला ഖാൻ ഗാലിബ് ആഗ്രയിലാണ് ജനിച്ചത്. നജ്മുദ്ദൗള ദബീറുൽ മുൽക്ക് और निज़ाम जंग उनके ഖിതാബ് है. നജ്മുദ്ദൗള ദബീറുൽ മുൽക്ക് നിസാം ജംഗ് എന്നിവ അദ്ദേഹത്തിൻ്റെ ബഹുമതികൾ ആയിരുന്നു. പഹലെ അസദ് ബാദ് മേ ഗാലിബ് തഖല്ലുസ് ഇഖ്തിയാർ കിയ. ആദ്യകാലത്ത് അസദ് എന്നും പിന്നീട് ഗാലിബ് എന്ന തൂലികാ നാമവുമാണ് അദ്ദേഹം സ്വീകരിച്ചിരുന്നത്. വ ഫാർസി और ഉറുദു കെ മാഹിർ തെ. അദ്ദേഹത്തിന് ഫാർസി ഭാഷയിലും ഉറുദുവിലും പ്രാവീണ്യം ഉണ്ടായിരുന്നു. ഗാലിബ് की शायरी पर തസവ്വുഫ് का गहरा असर है. ഗാലിബിൻ്റെ കവിതയിൽ സൂഫിസത്തിൻ്റെ ആഴത്തിലുള്ള സ്വാധീനമുണ്ടായിരുന്നു. വോ ജിദ്ദത്ത് പസന്ത് തെ. അദ്ദേഹം പുതുമ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു. ഉन्होंने पुराने और फरसूदा रास्ते से हटकर उर्दू गज़ल को नए കാലിബ് മേ ഠാല. അദ്ദേഹം പഴയതും പൗരാണിക സമ്പ്രദായത്തിലുള്ളതുമായ രീതികൾ പാടെ ഒഴിവാക്കിക്കൊണ്ട് ഗസലിനെ പുതിയ ഒരു വേറിട്ട തലത്തിലേക്ക് എത്തിച്ചു. തഖയ്യുൽ കി ജൂലാനി, നാസുഖ് ഖയാലി, മാന അഫ്രീനി, തൻസ്, ഷോഖി और उसने बयान उनके കലാം की അഹം ഖുസൂസിയത്ത് ഹെ. വൈവിധ്യമാർന്ന ചിന്താശകലങ്ങൾ, ചിന്തയിലെ മൃദുലത, വ്യത്യസ്തമായ അർത്ഥതലങ്ങൾ, ഫലിതവും ഹാസ്യവും സൗന്ദര്യാത്മകതയും എല്ലാം അദ്ദേഹത്തിൻ്റെ കവിതയുടെ മാത്രം പ്രത്യേകതകളാണ്. ഉൻക ഇബ്തിദായി കലാം ഫാർസി ആമേസ് और പുർതകല്ലുഫ് ഹെ. അദ്ദേഹത്തിൻ്റെ ആദ്യകാല കവിതകളിൽ ഫാർസി ഭാഷയിലെ പ്രയാസവും കഠിനവുമായ ശൈലിയായിരുന്നു. ഉൻകി മഖ്ബൂലിയത്ത് और ശുഹറത്ത് की बड़ी वजह उनके कलाम का मजमुआ दीवाന ഗാലിബ് है. അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധിയുടെയും ജനപ്രിയതയുടെയും മുഖ്യ കാരണം ദീവാന ഗാലിബ് എന്ന അദ്ദേഹത്തിൻ്റെ കവിതാ സമാഹാരമാണ്.